ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഇന്ന് ഞാനൊരു മൂവി റിവ്യൂ പറയാനാണ് വന്നേക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ തുടരും എന്ന് പറയുന്ന സിനിമ റിലീസായിട്ടുണ്ട്. അപ്പം ഇന്ന് ആ സിനിമയെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളിപ്പോൾ നൈറ്റ് ഷോ കഴിഞ്ഞിട്ട് ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് ഈ മൂവി പറ്റി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവത്തില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഈ മൂവിയെ പറ്റി റിവ്യൂ പറയാമെന്ന് തന്നെ തീരുമാനിച്ചത്. അപ്പം തരുൺ മൂർത്തി ഡയറക്റ്റ് ചെയ്ത, അതേപോലെ എം രഞ്ജിത്ത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഈ ഒരു മൂവി, മോഹൻലാൽ ശോഭന കോംബോ മൂവി പറ്റിയുള്ള റിവ്യൂ ആണത്. തുടരും ഇത് കേൾക്കുമ്പം നമുക്ക് അത് നോർമൽ ഒരു ഫാമിലി മൂവി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ഞാനും ഒരു പ്രതീക്ഷയും ഇല്ലാണ്ടാണ് ഈ മൂവി കാണാനായിട്ട് പോയത്. നമ്മൾ നോർമലി കാണുന്നൊരു ഫിലിം. പിന്നെ വേറൊരു കാര്യം, ശോഭനയും മോഹൻലാലും തമ്മിലുള്ളൊരു കോംബോ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്നാലും നമ്മളിപ്പോ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ഫിലിം കാണുന്ന അത്രയും ഒരു ഹൈപ്പൊന്നും ഇതിന് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോർമൽ മൂവി നമുക്ക് ഇന്ന് കാണാം, നോർമൽ നമ്മൾ കാണുന്ന പോലെ ഒരു മൂവി കാണാം എന്നുള്ള രീതിയിലാണ് ഇന്ന് റിലീസായെന്ന് തന്നെ ഞങ്ങൾ ഈവനിങ് ഷോ, ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഈവനിങ് ഷോയ്ക്ക് പോയത്. അല്ലാതെ തന്നെ ഫുള്ള് ബുക്കിങ്ങും ഒക്കെ ആയിരുന്നു, നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഈവനിങ് ഷോയ്ക്ക് ഞങ്ങൾ പോയി. നല്ല തിരക്കുണ്ടായിരുന്നു, അതെടുത്ത് പറയണം, നല്ല തിരക്കുണ്ടായിരുന്നു. നൈറ്റ് ആയിട്ട് കൂടി നല്ല തിരക്കുണ്ട്. ഞങ്ങൾ 10:30 ഷോയ്ക്കാണ് കയറിയത്. നോർമൽ എല്ലാവരും കയറിയിരുന്നവർ നമ്മളും ഇരുന്നു. സ്റ്റാർട്ടിങ് തന്നെ വളരെ നല്ല വ്യൂ ആണ്. റാന്നി എന്ന് പറയുന്ന, പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന പ്ലേസിലെ പറ്റിയുള്ള ആ ഒരു ഗ്രാമീണ പ്രദേശം വളരെ അധികം ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിലും എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ തുടരും എന്ന് കാണിക്കുന്ന ഒരു പേര് കാണിക്കുന്ന ഒരു സീനറി ഉണ്ടല്ലോ, ഓസം ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എലിഫൻസ്, നമ്മുടെ ആനകള് കടക്കുകയാണ്. അപ്പൊ ആ ഒരു സീൻ, അത് സൂപ്പർ സീനാണ്. കുറച്ച് 2-3 വലിയ ആനകളും പിന്നെ അതിന്റെ കുട്ടി ആനകൾ കിടക്കുന്ന ആ ഒരു സീൻ, നല്ല കാട്ടിന്റെ ഇടയ്ക്ക്, അതൊരു നല്ല അടിപൊളി സീനാട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻറ്റയർലി നമ്മുടെ ആ ഒരു മൂവിയിൽ ആ റാന്നി എന്ന് പറഞ്ഞ സ്ഥലവും അതിന്റെ ഹിൽ സ്റ്റേഷൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. വളരെ അധികം ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കാണിച്ചിട്ടുണ്ട്. ഓരോ സീൻസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നോർമലായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയുടെ ഒരു രാത്രി കൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫ് മാറിയുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു അംബാസിഡർ കാറുമായിട്ടുള്ളൊരു ബന്ധം, അദ്ദേഹത്തിന്റെ പണ്ടത്തെ ലൈഫിൽ ആ അംബാസിഡർ കാറ് വന്നിട്ടുള്ള ആ വണ്ടിയോടുള്ള ആ ഒരു വ്യക്തിയുടെ ഒരു ലവ്, ഒരു കെയർ, പിന്നെ അത് തട്ടലും മുട്ടലും, അതിൻ്റെ പൊടി വീഴുമ്പോൾ കൂടി ആ ഒരു ഫീലൊക്കെ, അതൊക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു രാത്രി കൊണ്ട് മറിഞ്ഞ ഒരു സ്റ്റോറിയാണ്. നമ്മൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പോലീസിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ ആദ്യം നമ്മൾ പോലീസിനെ അറിയിക്കുകയാണ്. അപ്പൊ പോലീസിനെ അറിയിച്ചു കഴിയുമ്പം അവരിൽ നിന്ന് തിരിച്ച് നമുക്ക് എന്താ കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഇത്. പക്ഷെ ഇവിടെ പോലീസിന്റെ ഒരു സീക്വൻസ് ആണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള പോലീസുകാരേ അല്ല. പക്ഷെ അടുത്ത് ആദ്യം കാണിക്കുന്ന ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്ന വ്യക്തി, നെറ്റിൽ നോക്കി പ്രകാശ് വർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓസം ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട്. അദ്ദേഹത്തിന് ആദ്യം കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിരിയും ആ സ്പെക്സും എന്ന് വെച്ചാൽ ഒരു 2-3 ഡേയ്സിനകത്ത് റിട്ടയർഡ് ആവാൻ പോകുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയവും സംസാര രീതിയും എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അട്രാക്ട് ചെയ്യുന്ന ഒരു രീതി എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ സംസാരവും, അദ്ദേഹമാണ് ഈ സ്റ്റോറി ഒരു ഒത്തിരി കുഴഞ്ഞൊക്കെ ഒത്തിരി രീതിയിലോട്ട് മാറ്റുന്ന ഒരു സ്റ്റോറിയായിരുന്നു. ദൃശ്യ മോഡലിലുള്ള അടിയും അതിൻ്റെ അകത്ത് നമ്മുടെ മീനയ്ക്ക് കിട്ടുന്ന പോലെ ആ ഷാജോൺ അടിക്കുന്ന അടിയും അതേപോലത്തെ ഒത്തിരി സീക്വൻസിൻ്റെ അകത്തുണ്ട്. അതൊന്നും സത്യം പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ പോലും പറ്റില്ല. അതേപോലത്തെ ഒത്തിരി കാര്യങ്ങൾ പോലീസുകാർ ഇപ്പൊ നമ്മൾ ആലോചിക്കും, ദൈവമേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് തന്നെ നമ്മൾ തിങ്ക് ചെയ്യും. ഇതേപോലെ ഒത്തിരി ഇഷ്യൂസ് ഇല്ലെന്ന് പറയുന്നില്ല, ഇങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് ചിലതൊക്കെ
ഈ പറയുന്ന പോലെ ഈ നമ്മുടെ കോർട്ടിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ചിലതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഒത്തിരിയും സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ഫാമിലിയിൽ നടന്ന ഒരു ഇഷ്യൂ, അത് അച്ഛനും അമ്മയ്ക്കും അതിന്റെ യഥാർത്ഥ കാര്യം പോലും അറിയില്ല. ലാസ്റ്റാണ് ആ സംഭവം അറിയുക. അപ്പൊ അത് വരെയുള്ള ആ ഒരു സ്റ്റോറി നമുക്ക് തന്നെ എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചു പോയേ എന്ന് നമ്മളും ഇങ്ങനെ തിങ്ക് ചെയ്യും, നല്ലപോലെ തിങ്ക് ചെയ്യും. അപ്പൊ അതേപോലെ ഒരു മൂവിയായിരുന്നു ഈ പറയുന്ന തുടരും എന്ന് പറയുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓസം മൂവി, മസ്റ്റ് വാച്ച് മൂവിയാണ് സത്യം. നമ്മള് മക്കളെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു പഠിക്കാനും വേണ്ടി നമ്മൾ ഹോസ്റ്റലിൽ നിർത്തുന്നു, ബോർഡിങ്ങിൽ നിർത്തുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഈ മക്കളുടെ മനസ്സ് അറിയുന്നില്ല എന്ന് പറയുന്നില്ല, അറിയുന്നുണ്ട്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഇടപെടാൻ പറ്റാത്ത സ്പേസ് വരെ പോകുന്നുണ്ട്. പക്ഷെ അവരത് ഓപ്പൺ ആക്കി പറയാൻ പറ്റുന്ന സിറ്റുവേഷനും ഒക്കെ ഒത്തിരി ദൂരമായിപ്പോയി നമ്മളിൽ നിന്നും. ആ ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ച് സീക്വൻസ് ഉണ്ട് അതിൽ. പിന്നെ ഞാൻ മെയിനായിട്ട് പറയേണ്ട ഈ പോലീസിന്റെ കേട്ടോ, എന്റെ പൊന്നു, നമുക്ക് ഒട്ടും സഹിക്കത്തില്ല. അടിക്കുന്നതും ആ പോലീസുകാർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഒന്നും ഒരു പെർസെന്റേജ് പോലും നമുക്ക് എനിക്ക് ക്ഷമിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ഭയങ്കര ദേഷ്യം വരും അവരോട്. അതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അത് പക്ഷെ അഭിനയിച്ചവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഹാൻഡ്സ് ഓഫ്. അത്ര കിടുക്കനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ ഒക്കെ സ്റ്റണ്ടൊക്കെ എന്ന് പറഞ്ഞ ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുലിമുരുകൻ സ്റ്റൈലായിരുന്നു. ആ പുലിമുരുകന്റെ മോഹൻലാൽ തിരിച്ചു വന്ന എങ്ങനെ ഇരിക്കും അതേപോലായിരുന്നു. ഓസം സ്റ്റൺസ്, നല്ല അടിപൊളി മൂവിയായിരുന്നു, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നല്ല മൂവിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ സ്റ്റോറി നമുക്ക് നമ്മൾ പേരൻസ് ആയതുകൊണ്ട് ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ നമ്മൾ മനസ്സിലിങ്ങനെ ഇരിക്കും. മനസ്സിലായില്ലേ? ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നും പറയാനില്ല. ഹാറ്റ്സ് ഓഫ്. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസ് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്നുണ്ടില്ല എന്ന് പറയാൻ പറ്റും, നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ തെളിയിക്കപ്പെടാണ്ടും ഒത്തിരി പോവാറുണ്ട്. അതും പറയണമല്ലോ, തെളിയിക്കപ്പെടാണ്ടും ഒത്തിരി പോയിട്ടുണ്ടായിരിക്കും. അപ്പം ഇത് അറിഞ്ഞറിഞ്ഞ് വരുമ്പം നമുക്ക് സ്റ്റോറി അവസാനം വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ദൈവമേ ഇങ്ങനെയൊക്കെ ആയല്ലോ. ഒരു അച്ഛൻ്റെ അമ്മയുടെ വേദന അതൊക്കെ ഭയങ്കര ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ എമ്പുരാനെ കാട്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഒരു പെർസെന്റേജ് പോലും എക്സ്പെക്ടേഷൻ, നോർമൽ ഒരു മൂവി എങ്ങനെ കാണുക അതേപോലെ കണ്ടിട്ട് വരാം. പക്ഷെ എനിക്ക് കോംബോ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടത്തെ നമ്മുടെ ശോഭന മോഹൻലാൽ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ പവിത്രം സിനിമയിലൊക്കെ അടിപൊളിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയിലാണ് നോർമൽ ഒരു മൂവി, ഫാമിലി മൂവി എന്നുള്ള രീതിയിൽ നമ്മളിന്റെ ഹോമൊക്കെ കാണാൻ പോകുമ്പോൾ ഒരു വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടല്ലേ നമ്മളൊക്കെ ഹോം കാണുമ്പോൾ. പക്ഷെ ആ മൂവി കണ്ടതിന് ശേഷമല്ലേ എന്താ അതൊരു വേറെ ഫീൽ തന്നെയായിരുന്നു ആ മൂവിയൊക്കെ. അപ്പൊ അതേപോലെ ഒരു ഓസം മൂവി തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു മോഹൻലാലും ശോഭന കോംബോ. നല്ല ഓസം മൂവി, ഒന്നും പറയാനില്ല, അടിപൊളി. ഉറപ്പായിട്ടും എല്ലാവരും ഈ പറയുന്ന പോലെ തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യാം. നമുക്കല്ലാണ്ട് ആ ഫീല് കിട്ടത്തില്ല. ആ റാന്നി എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമപ്രദേശത്തിന്റെ ആ ഒരു വ്യൂ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്താ പറയാ, പിന്നെ ഈ ചെയ്ത സ്റ്റോറി റൈറ്റിംഗ് ആയാലും എല്ലാം എടുത്തു പറയേണ്ട കാര്യമാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മോഹൻലാല് നല്ല അടിപൊളിയായിട്ട് തിരിച്ചു വന്നെന്ന് തന്നെ പറയാം. നമ്മുടെ പുലിമുരുകന് ശേഷം അടിപൊളിയായിട്ട് തിരിച്ചു വന്നു. ആ പുലിമുരുകനിൽ എങ്ങനെയാണോ നമ്മളെ പുലിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അതേപോലെ എനിക്ക് ആ പുലിമുരുകനെ തന്നെയാണ് ഞാൻ ആ മൂവിയിൽ കണ്ടത്. സത്യം, ആ പുലിമുരുകനെ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്തത് അതേപോലെ തന്നെയാണ് എനിക്ക് ആ ഫിലിമിൽ കാണാൻ പറ്റിയത്. ഞാനതപ്പോൾ ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു അത് തന്നെ തിരിച്ചു വന്ന പോലൊരു ഫീലായിരുന്നു. ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടർ എന്ന് പറയുമ്പം നമ്മുടെ ഫഹദ് ഫാസിലിന്റെ അനിയൻ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇർഷാദ് അലി, പഴയ ആക്ടേഴ്സ് ആണ്. ബിനു പപ്പു, എടുത്ത് പറയണം എൻ്റെ പൊന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരുവിധമുള്ള സിനിമയിലെല്ലാം പോലീസ് വേഷമാണ്.
ആ പോലീസ് വേഷം അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബിനു പപ്പു ഒന്നും പറയാനില്ല. ആ സൗണ്ട് ഗൗരവം, ആ ആ പോലീസുകാരുടെ രീതികള്, ആക്ടിങ് ആന്ന് പറയത്തില്ല, അത്ര ഓസമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്, ആ ഒരു ക്യാരക്ടർ. പിന്നെ പറഞ്ഞ പോലെ പ്രകാശ് വർമ്മ, അദ്ദേഹവും നല്ല ഒരു എന്താ പറയാ, ഭയങ്കര പ്ലീസിങ്, നമുക്കൊരു ഫീലിംഗ് കാണുന്ന ആദ്യത്തെ ഒരു ഫീലിംഗ് കാണുമ്പോൾ നമുക്കൊരു പ്ലീസിങ് ആയിട്ടുള്ള, പോലീസുകാരുടെ ഇങ്ങനെ ഉണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ക്യാരക്ടറാണ് പ്രകാശ് വർമ്മയുടേത്. പക്ഷേ അദ്ദേഹം ആ സ്റ്റോറി മുന്നോട്ട് പോകുമ്പം നമുക്ക് ലാസ്റ്റൊക്കെ വന്നോണ്ടല്ലോ എന്റെ പൊന്നി എടുത്തിട്ട് അടിക്കാൻ തോന്നും. അത്രയ്ക്ക് കലി വരും. നമ്മള് പേരൻസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പം ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പക്ഷെ അത് അവർക്ക് എന്താ പറയാ, ആക്ടിങ് അത്രയും ഡീപ്പായിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അത്രയും ഫീൽ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വൺ ടൈം കാണാനുള്ളതല്ല, ഒരു സ്റ്റോറി, ഒരു ഫാമിലി സ്റ്റോറി തന്നെയാണ്. ദൃശ്യം മോഡൽ തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ദൃശ്യം മോഡൽ തന്നെയാണ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം, ഉറപ്പായിട്ടും. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു റിവ്യൂ. എനിക്ക് നമ്മൾ ഈ പറയുന്ന പോലെ നോർമലായിട്ട് ഒരു അഭിപ്രായം പറയാം, സിനിമയെ പറ്റി ഒരു അഭിപ്രായം പറയുക എന്നല്ലാണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ആ ഒരു മൂവി കണ്ടിട്ട് എന്താണ് തോന്നി എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാം. ആ പുതിയൊരു വീഡിയോയിലൂടെ വരുന്നിടം വരെ ബൈ, ടേക്ക് കെയർ.